അവന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ദിവസം എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 17-ാം സങ്കീർത്തനം, സാം നമ്പർ 17:17. 17-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. 17-ാം സങ്കീർത്തനം, സാം നമ്പർ 17. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്ത് രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. നീ എന്നെ പരീക്ഷിച്ച് ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. എൻ്റെ വായ് ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു. എൻ്റെ കാൽ വഴുതിയതുമില്ല. നിന്നെ ക്ഷണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിൻ്റെ വലം കൈയാൽ രക്ഷിക്കുന്നതിനായുള്ളവേ, നിൻ്റെ അത്ഭുതകാരുണ്യം കാണിക്കണമേ. എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിൻ്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ. ഒടുവിൽ 2 വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. തുടർന്നുള്ള വാക്യങ്ങൾ. അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു, വായ് കൊണ്ട് വമ്പ് പറയുന്നു. അവരിപ്പോൾ തങ്ങളുടെ കാലടി തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു, ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടി വെക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹാലെ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ വാഴ്ത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ. നാം വായിച്ചത്, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിൻ്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സൂക്ഷിപ്പ്, ദൈവത്തിൻ്റെ പരിപാലനം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തി കർത്താവിനെ വാഴ്ത്തുവാൻ നമുക്കിടയായിത്തീരും. ഇന്ന് പോൽക്കാലം പ്രാണനെ ദൈവം പരിപാലിച്ചോ? അനർത്ഥങ്ങളിൽ നിന്ന് കർത്താവ് വിടുതൽ നൽകിയോ? കർത്താവ് സൗഖ്യം നൽകിയോ? അവർക്ക് ലഭിച്ച വിടുതലിനനുസരിച്ച് കർത്താവിനെ വാഴ്ത്തട്ടെ. ഇവിടെ നാം വായിച്ചത്, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിൻ്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ. ഹല്ലേലൂയ. നിൻ്റെ ചിറകിൻ കീഴിൽ ഹല്ലേലൂയ എന്നെ മറച്ചു. ഓ, അനർത്ഥം ഹല്ലേലൂയ വ്യസനകാരണമായി തീരാതെ അനവധി വിഷയങ്ങൾ എൻ്റെ മുമ്പിൽ വന്നപ്പോൾ എന്നെ മറച്ച് കർത്താവേ, നിന്റെ ചിറകിൻ കീഴിൽ എന്നെ മറച്ചു നിർത്തിയ വിധങ്ങൾക്കായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ വാഴ്ത്താം. അവൻ നമ്മളെ മറച്ചു നിർത്തിയല്ലോ. നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ ബുദ്ധി കൊണ്ടല്ല, നമ്മുടെ വൈഭവം കൊണ്ടല്ല. അനവധി പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് കർത്താവ് നമ്മളെ അവിടുന്ന് വിടുവിച്ചു. അവിടുന്ന് നമ്മളെ സൂക്ഷിച്ചു, അവിടുന്ന് നമ്മളെ പരിപാലിച്ചു. അവിടുന്ന് നമ്മളെ ആപത്തനർത്ഥങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ വിടിച്ച വിധങ്ങളെ ഓർത്ത് കർത്താവിനെ വാഴ്ത്താം. അവിടുന്ന് വീണ്ടും കരുണ കാണിക്കുന്ന ദൈവമാണ്. വിഷയങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ ശത്രുവിൻ്റെ പിടിയിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. ഇന്നുപോലെ കാലം കർത്താവിനെ വാഴ്ത്തുവാൻ ഇടയായി തീരട്ടെ. അപ്പാ, വീണ്ടും ഞങ്ങളോട് കരുണ കാണിക്കണമേ. വിഷയങ്ങളുടെ നടുവിൽ ഞങ്ങളെ സഹായിക്കണമേ. അവിടെ ഞങ്ങളോട് കരുണ കാണിക്കണം കർത്താവേ. ഓ ഹല്ലേലൂയ. വിഷയങ്ങളുടെ നടുവിൽ ഞങ്ങളെ സഹായിപ്പാൻ അവിടുന്ന് മതിയായ ദൈവമാണല്ലോ. ഹല്ലേലൂയ. അവിടുന്ന് ആലോചന വലിയവനായി ഞങ്ങളോട് കൂടെയുള്ള കൃപയ്ക്കായി ഞങ്ങൾ നന്ദി ഹൃദയത്തോടെ കർത്താവിനെ വാഴ്ത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. പലപ്പോഴും കടിച്ചീറുവാൻ ശത്രു ഹല്ലേലൂയ കൊതിക്കുന്ന സിംഹം പോലെ മറവിടങ്ങളിൽ പതിയിരുന്ന് ഹല്ലേലൂയ തൻ്റെ ജനത്തെ ഹല്ലേലൂയ നശിപ്പാൻ അവൻ ശ്രമിക്കുമ്പോൾ ഇല്ല, നമ്മളെ മറവിടങ്ങളിൽ ഹല്ലേലൂയ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ വിധങ്ങളുണ്ട്. ഹല്ലേലൂയ. നമ്മളെ അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തിൻ്റെ വിധങ്ങളുണ്ട്. ഇന്നുപോലെ കാലം അത് അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾ അല്പസമയം കർത്താവിനെ വാഴ്ത്തട്ടെ. കർത്താവേ, അവൻ ഞങ്ങളെ കിരിക്കളയാതെ, ശത്രുവിൻ്റെ കൈ ഞങ്ങളെ പെടുത്താതെ കർത്താവേ, നീ ഞങ്ങളെ ഇത്രത്തോളം ഞങ്ങളെ സൂക്ഷിച്ചല്ലോ. ഞങ്ങളോട് കാണിച്ചതേക്കായി കർത്താവിനെ വാഴ്ത്താം. അവൻ നമ്മളെ അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചല്ലോ. ഹല്ലേലൂയ. കണ്ണിലെ കൃഷ്ണമണി പോലെ അവൻ നമ്മളെ വിടുവിച്ചു.
അല്ലെങ്കിൽ ഇന്ന് പോൽക്കാലം നമ്മുടെ മിടുക്കല്ല, അനവധി നിരവധി വിഷയങ്ങൾ നമ്മുടെ മൂടാമായിരുന്നു. അല്ലെങ്കിൽ എന്നാൽ അവൻ നമ്മളെ പരിപാലിച്ചല്ലോ. അല്ലെങ്കിൽ കർത്താവെ, ദിവ്യമായ കൃപകൾക്കായി ഞങ്ങൾ നന്ദി ഹൃദയത്തോടെ വാഴ്ത്തുന്ന കർത്താവേ, ആ ദൈവത്തെ നമുക്കിന്ന് പോൽക്കാലം വാഴ്ത്താം. വിഷയങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ ദൈവമുഖത്തേക്ക് നോക്കാം. ഇന്ന് പോൽക്കാലം ആശ്രയമറ്റ വിഷയങ്ങളുണ്ടോ? ഓ ഹാലൽ ക്ഷീണത്തിൽ കൂടെ കടന്നു പോകുന്ന വിഷയങ്ങളുണ്ട്, അതിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അവിടുന്ന് പ്രാർത്ഥന ശബ്ദം തള്ളിക്കളയാതെ ഹല്ലേലൂയ നമ്മുടെ വിഷയങ്ങളുടെ മേൽ നമ്മളെ കരുതുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഭാരങ്ങളെ സമർപ്പിക്കാം. കർത്താവേ, അവിടെ ഞങ്ങളെ സഹായിപ്പാൻ അങ്ങോട്ട് കൂടെയുണ്ടല്ലോ. വിഷയങ്ങളെ ദൈവങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കാം. അവിടുന്ന് വിഷയങ്ങളുടെ മേൽ അത്ഭുതം ചെയ്യട്ടെ. ഇതുപോലെ കാലം വിഷയങ്ങളുടെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഒരു വിശുദ്ധപോലെ കാലം കൂടെ കർത്താവേ അങ്ങേ ആത്മാവിൽ സത്യത്തിലും ആരാധിപ്പാൻ വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങളെ കർത്താവേ ഞങ്ങളുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് കൃപയ്ക്കാൻ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവ് ഞങ്ങളെ ഇവിടുന്ന് പരിപാലിച്ചു. അനർത്ഥങ്ങളുടെ നടുവിൽ കർത്താവ് ഞങ്ങളെ ഇവിടുന്ന് സൂക്ഷിച്ചു. രോഗങ്ങളുടെ നടുവിൽ കർത്താവ് കാണിച്ച എല്ലാ കർത്താവ് നീക്കുപോക്കിനായി ആശ്വാസങ്ങൾക്കായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ വാഴ്ത്തുന്ന കർത്താവേ. ഇന്ന് പൽക്കാലം ആത്മാവിൽ സന്തോഷിപ്പാൻ ഞങ്ങളെ തന്നെ മറന്നുകൊണ്ട് കർത്താവേ ദൈവത്തെ പാടി വാഴ്ത്തുവാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കണമേ. കർത്താവേ, ഞങ്ങളെ തന്നെ കർത്താവ് ദിവസനെ അതിനാൽ താഴ്ത്തുകയാണ്. ഒരുക്കമുള്ള ഹൃദയത്തോടെ കർത്താവേ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഞങ്ങളുടെ വിവിധ വിഷയങ്ങളുടെ നടുവിൽ കർത്താവ് ഞങ്ങൾ ഇടപെടണമേ. അവിടെ ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവേ. ആലോചന വലിയവനായ ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് പോൽക്കാലം ഞങ്ങൾ കേൾപ്പാൻ, ഞങ്ങളുടെ വിവിധ വിഷയങ്ങളുടെ നടുവിൽ കർത്താവേ ആലോചന ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുവാൻ ഞങ്ങളുടെ ദിവസനിലേക്ക് താഴ്ത്തുന്ന കർത്താവേ. അവിടുന്ന് കൃപയാൽ ഞങ്ങൾ ഇവിടെ നിറയ്ക്കണം കർത്താവേ. ആദ്യമുണ്ടെന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ഞങ്ങൾ ഇവിടെ നിന്ന് മറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ വാഴ്ത്തിയിട്ടിരിക്കാം ശക്തിയോടെ. ഹല്ലേലൂയ, ശക്തിയോടെ വാഴ്ത്താം. ഹല്ലേലൂയ. എല്ലാവർക്കും ദിവസത്തിലിരിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വിശുദ്ധ കാലം കൂടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് കർത്താവ് ചെയ്ത വിടുതലുകളെ, ദൈവം ചെയ്ത ദൈവപ്രവൃത്തികളെ ഒന്നും കൂടെ ഓർക്കുവാനും കർത്താവിൻ്റെ നാമത്തിന് മഹത്വം കരയേറ്റുവാനായി കർത്താവ് നമ്മളെ സൗഖ്യത്തോടെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ വിവിധ വിഷയങ്ങളുടെ നടുവിൽ ദൈവസന്നിധി നമുക്ക് കാത്തിരിപ്പാൻ കർത്താവ് കുറവ് നൽകി. വീണ്ടും നമുക്ക് ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാൻ നമ്മുടെ നടുവിലായിരിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രതീഷ് പാസ്റ്റർ, അതുപോലെ തോമസ് വർഗീസ് പാസ്റ്റർ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളോടൊപ്പം ചേർന്ന് ഹല്ലേലൂയ വനത്തുനിന്ന് സംസാരിപ്പാൻ പ്രിയ ഹല്ലേലൂയ ദാസനെ കർത്താവ് ബലപ്പെടുത്തി വീണ്ടും അവിടുന്ന് ശക്തീകരിക്കട്ടെ. ഹല്ലേലൂയ. പല നമ്മുടെ പ്രിയപ്പെട്ടവരും ഹല്ലേലൂയ ശരീരമായ രോഗികളായി ഭാരപ്പെട്ടു പ്രിയപ്പെട്ടവർക്കെയും കർത്താവ് സൗഖ്യവും വിടലും കർത്താവ് പ്രദാനം ചെയ്തു. പല പ്രിയപ്പെട്ടവരും രോഗികളായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് നമുക്ക് സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ മധ്യത്തിൽ നിന്ന് യാത്ര തിരിച്ച പ്രിയപ്പെട്ടവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാട്ടിൽ സൗഖ്യത്തോടെ കടന്നു ചെല്ലുവാൻ കർത്താവ് ഇടയാക്കി. ഹല്ലേലൂയ. അവരുടെ വെക്കേഷൻ കാലഘട്ടമൊക്കെ അനുഗ്രഹമായിട്ട് തീരട്ടെ. ദിവസനെ നമ്മളെ തന്നെ താഴ്ത്തി കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് സങ്കീർത്തന ഭാഗങ്ങളും ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒടുവിലായിട്ട് കർത്താവിൻ്റെ ദാസനും തോമസ് പാസ്റ്റർ നമുക്ക് ആവശ്യമായ വനത്തിൽ നിന്ന് ആവശ്യമായ ആലോചന നൽകും. 17-ാം സങ്കീർത്തനം ഹല്ലേലൂയ നമുക്കൊന്ന് വായിക്കാം. അതിൻ്റെ പ്രാരംഭവാക്യങ്ങൾ ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. അതിൻ്റെ പ്രാരംഭത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ പ്രാരംഭവാക്യം ഒന്ന് വായിക്കാം. 11-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ ദാവീദിന് എപ്പോഴും തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത നോക്കിയാൽ ഏത് വിഷയങ്ങളുടെ നടുവിലും ദൈവമുഖത്തേക്ക് നോക്കുവാൻ, ദൈവത്തിൽ ആശ്രയം വെക്കുവാൻ, അത് വിഷയങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ഏത് വിഷയമാണെങ്കിലും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും ദൈവമുഖം അന്വേഷിക്കുവാനുമുള്ള ആ ഒരു ഒരുക്കം, പ്രിപ്പറേഷൻ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നമുക്ക് പഠിക്കണമെങ്കിൽ 1 ശമൂവേലിൻ്റെ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഇതിൻ്റെ കിടപ്പുണ്ട്. 1 ശമൂവേലിൻ്റെ പുസ്തകം അതിൻ്റെ 20-ാം അധ്യായം അവിടെ കാണാൻ സാധിക്കും. എപ്രകാരമാണ് തൻ്റെ ജീവിതം ആയിരിക്കുന്ന ഒരവസ്ഥ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. 1 ശമൂവേലിൻ്റെ പുസ്തകം അതിൻ്റെ 20-ാം അധ്യായം അതിൻ്റെ 32 മുതലുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. 20-ന്റെ 32 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് തൻ്റെ
അവസ്ഥകൾ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ എപ്രകാരമായിരുന്നു അവിടെ നിന്ന് കാണാൻ സാധിക്കും. 32 മുതലുള്ള വാക്യങ്ങൾ 20 1 ശമൂവേലിൻ്റെ പുസ്തകം 1 Samuel chapter 20 verses 32 following. യോനാഥാൻ തൻ്റെ അപ്പനായ ശൗലിനോട് അവനെ എന്തിന് കൊല്ലുന്നു, അവൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ ശൗൽ അവനെ കൊല്ലുവാൻ അവൻ്റെ നേരെ കുന്തം ചാട്ടി. അതിനാൽ തൻ്റെ അപ്പൻ ദാവീദിനെ കൊല്ലുവാൻ നിർണയിച്ചിരിക്കുന്നുവെന്ന് യോനാഥാൻ അറിഞ്ഞു. അപ്പോൾ ഈ അവസ്ഥ നമുക്ക് മനസ്സിലായി കാണുമല്ലോ. എന്താണ് അവസ്ഥ? അവിടെ തനിക്കെതിരെ വരുന്ന എതിർപ്പുകൾ, ബുദ്ധിമുട്ടുകൾ തൻ്റെ ജീവിതവുമായിട്ടല്ലെങ്കിൽ തനിക്ക് ഒരിക്കലും ഇനി മുന്നോട്ട് പോകുവാൻ സാധ്യമായി തീരത്തില്ല എന്നുള്ള ഒരു നിർണായകമായ ഘട്ടം, അഥവാ ഒരു ഡേഞ്ചറസ് സോൺ, ഒരു ലൈഫ് ത്രെട്ടനിങ് ആയ ഒരു അന്തരീക്ഷത്തിലേക്ക് ആര് മാറ്റപ്പെട്ടു? ലൈഫ് ത്രെട്ടനിങ് ആയ വിഷയത്തിലേക്ക് ആര് മാറ്റപ്പെട്ടു? ഹു കെയിം ടു ദാറ്റ് സിറ്റുവേഷൻ? ചിൽഡ്രൻ, can anyone if you answer like a life threatening issue, in whose life that happened? In David's life. So Christian life is not, every time we can't say it is not an easy life, isn't it? Yeah. So we cannot say when I will get everything, I will get every support, I will get everything, each and everything I ask, everything I receive. It's not like receiving. Sometimes we have to see what all things surrounding me, what all problems coming to me, what all issues coming against me. If God has a plan over me, over my life, or I am just asking God, you give me that, you give me this, you have to bless me. That's okay. That's a one part of life. But when the problems come, when the issues come, here David now undergoing the situation like nobody is there to comfort him. Nobody is there to give him a character right advice or anything like that. So he himself going through a struggling situation, like a threatening situation. So what he is going to do at this situation? He came before the presence of God. So where is our answer? Where is our answer in midst of problems? Where is our answer? Children of God, you say, where is your answer in midst of problems? Where is our answer? Every answer will come from your teacher or your parent? No. They can't say some answers, but when there are some problems, we have to come before presence of God. God has answer for everything. Hallelujah. Do you believe that? Do you believe? So he came before God. We are going to see in the first word, hallelujah, what we see. അവിടെ ദൈവത്തോട് ചോദിക്കുകയാണ്. എന്ത് ചോദിക്കുന്നു? പ്രാർത്ഥനയിൽ ദൈവത്തോട് ചോദിക്കുകയാണ്, യഹോവേ ന്യായത്തെ കേൾക്കണമേ. Isn't our God, patiently wait for us, hear for us? Is it? Sometimes people won't have the time to hear us. That is not their problem. They don't have much time to hear. But you sit before the presence of God and talk to God, He will surely hear you. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു കാര്യമുണ്ട്. യഹോവേ ന്യായത്തെ കേൾക്കണമേ. അപ്പം ഞാൻ ചിന്തിച്ച അവിടെ ഒരു കാര്യം, കേൾക്കണമേ എന്ന് പറയുമ്പോൾ ഇപ്പം ആരോടാണ് ഇത്രയും ഗൗരവകരമായ വിഷയം? നമുക്കറിയാം, തൻ്റെ ജീവിതത്തിന് കോട്ടം വരുന്ന അല്ലെങ്കിൽ ജീവിതത്തിന് ബുദ്ധിമുട്ട് വരുന്ന തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം ന്യായം കേൾക്കുവാനായിട്ട് എനിക്ക് ന്യായം തരുന്ന
ഒരു ദൈവമുണ്ടെന്ന ഉറപ്പുള്ളൊരു വിശ്വാസം തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ ദൈവസന്നിധിയിലേക്ക് വന്നിട്ട് ദൈവത്തോട് പറയുകയാണ്, എൻ്റെ ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. ലോകത്തിൽ ആര് ശ്രദ്ധിച്ചില്ലെങ്കിലും, ലോകത്തിൽ ആര് മൈൻഡ് ചെയ്തില്ലെങ്കിലും, ഹല്ലേലൂയ, നിങ്ങളെ മൈൻഡ് ചെയ്യുന്നൊരു ദൈവമുണ്ട്. Many of the times you will see, when I depend upon a friend, he will definitely help this time, and that time, every time, he will help, he or she will help, but sometimes that will stop. You can't, every time depend upon the human for everything. There are certain levels they will say you goodbye. This time I can't help you. Hello? This time I can't help you. Sorry, I can't help you. So many times, as psalmist says, the same problem happened to his life. So we have to go through this type of, hallelujah, situations in our life, children of God. Christian life is not an easy life. It is not like same receiving, getting, receiving. So now his life is becoming more threatening, and the enemy is victorious, and the enemy has the influence to shut down his life. What? The enemy has the influence to shut down his life. Even though that situation is there, I have to come before the God and say, hallelujah, a few words before him. This is clearly a submission. എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ, കപടമില്ലാത്ത ആദരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. ഒത്തിരി വാക്കുകൾ പറഞ്ഞ്, പ്രാസങ്ങൾ പറഞ്ഞ്, ആർക്കും മനസ്സിലാകാത്ത ഒത്തിരി ഭാഷകൾ പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പാകെ വരികയല്ല. അതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ വലിയ പ്രാസങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും ദൈവത്തിന് നാം ആരാണെന്നറിയാം. നമ്മളെ നന്നായിട്ടറിയാമല്ലോ. തമ്പുരാൻ അറിയാവുന്നത് പോലെ വേറെ ആർക്കാ അറിയാവുന്നത്? നമ്മുടെ ഇരിപ്പും നിപ്പും നമ്മുടെ പ്രവൃത്തിയെല്ലാം കറതീർത്തറിയാവുന്ന ഒരുവനുണ്ടെങ്കിൽ അത് അവനേ ഉള്ളൂ. നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങളും വിചാരങ്ങളും നാളത്തെ കാര്യങ്ങളും മറ്റുള്ള നാളത്തെ കാര്യങ്ങളും അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും എല്ലാം നന്നായിട്ട് ഹല്ലേലൂയ അത് 1/2 ഇഞ്ച് മാറ്റമില്ലാതെ അറിയുന്നവൻ അവനേ ഉള്ളൂ. വേറെ ആർക്കും അറിയാൻ പറ്റത്തില്ല. വേറെ ആർക്കും അറിയാൻ പറ്റത്തില്ല. വേറെ ഒരു പ്രവാചകനും അറിയാൻ പറ്റത്തില്ല. ഒരു ഹല്ലേലൂയ ഒരു ബിഷപ്പിനും അറിയാൻ പറ്റത്തില്ല. അതുപോലെ അറിയാൻ പറ്റത്തില്ല. അവനെ സകലതും അറിയത്തുള്ളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ. സകലതും അറിയുന്നവൻ്റെ മുമ്പാകെ, നമ്മളെ മുഴുവനായിട്ട് അറിയുന്നവൻ്റെ മുമ്പാകെ അടുത്ത് വരുമ്പോൾ അവിടെ വലിയ പ്രാസത്തിൻ്റെ കാര്യമൊന്നുമില്ല. ഒന്നും വേണ്ട. ക്ലിയറായിട്ട് പറഞ്ഞ കപടമില്ലാത്ത ആദരങ്ങളിൽ നിന്ന് കണ്ടോ, കപടം ദൈവം വെറുക്കുന്നൊരു കാര്യമാണ്. കപടം, അഭിനയം, കപടം, ഇത് ദൈവം വെറുക്കുന്നു. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥന ഉയരുമ്പോൾ അതിനകത്ത് എന്ത് പാടില്ല? അതിനകത്ത് എന്ത് പാടില്ല? പറഞ്ഞാട്ടെ, കപടം പാടില്ല. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? സിൻസിയർ പ്രേയേഴ്സ്. സിൻസിയർ പ്രേയേഴ്സ് ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ആരെന്നോ, നിങ്ങൾ ആരെന്നോ, ഹല്ലേലൂയ ഇവിടെ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ ആരെന്നോ, ഹല്ലേലൂയ നമ്മുടെ പേരോ പ്രസിദ്ധിയോ ഇതൊന്നും അല്ല കർത്താവ് ചോദിക്കുന്നത്. He is looking our mind, who we are before God. അതാരുമായിരിക്കാം.
അതാരുമായിരിക്കാം. ഹല്ലേലൂയ. അതൊന്നും ദൈവത്തിന് വിഷയമല്ല. എന്നാൽ ഉള്ളുകളെ കാണുന്നൊരു ദൈവം ഇന്ന് പൽക്കാലം ആ ദൈവത്തിന്റെ മുമ്പാകെ അവനുള്ളതുപോലെ നിന്റെ ഉള്ളിനെ കാണുന്നൊരു ദൈവമുണ്ട്. അവന്റെ മുമ്പാകെ ഒന്നും മറവല്ല. ഒന്നും മറച്ചു കെട്ടാനും പറ്റത്തില്ല. മറച്ചു കെട്ടിക്കൊണ്ട് വന്നാൽ അത് നേരെയാകത്തുമില്ല. ചില വിഷയങ്ങൾ കണ്ടിട്ടില്ലേ, മറച്ചു കെട്ടി ശരിയായ വൈദ്യൻ്റെ അടുത്ത് പോകാതെ അതും ഇതുമൊക്കെ മറച്ചു കെട്ടിക്കൊണ്ട് അവരും പറഞ്ഞു കേട്ടോണ്ട് മറച്ചു കെട്ടിക്കൊണ്ട് നടന്ന കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തായിത്തീരും? ഡോക്ടർമാരുടെ അടുത്ത് ഇതിനെ പറയുമ്പോഴത്തേ ഇത് നിങ്ങൾ എവിടെ ഇത്രയും നാൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ചിലത് എന്തു ചെയ്യും, അതിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ അത് മറച്ച് ചൊവ്വനെ അത് കെട്ടാതെ ആരാണ്ട് പറഞ്ഞതിൻ്റെ പുറകെ പോയി അതും ഇതുമൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് അത് കോംപ്ലിക്കേറ്റഡ് ആയി കഴിയുമ്പോഴത്തേക്ക്, നിങ്ങളാരും മെഡിക്കൽ ഫീൽഡിലുള്ളവരല്ലേ, കോംപ്ലിക്കേറ്റഡ് ആയി കഴിയുമ്പോഴത്തേക്ക് കൊണ്ടുവന്ന് ഇപ്പം ഡോക്ടർമാർ എന്തുമായിരിക്കും പറയുന്നത്? നിങ്ങളിത് എന്തുകൊണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവസാന്നിധ്യത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഡോക്ടർമാർ അങ്ങനെ അത്രയധികം ഗൗരവമായിട്ട് നമ്മുടെ വിഷയങ്ങളെ അന്വേഷിക്കുന്നവരാണെങ്കിൽ, GPക്ക് അത്രയും ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഇതിൻ്റെ ബിഗിനിങ് എന്നായിരുന്നു, ഇതെപ്പോൾ തുടങ്ങിയതായിരുന്നു, എവിടെല്ലാം പോയി അതിൻ്റെ റിഫറൽ കൊണ്ട് ഇത്രയും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഉയരത്തിലിരിക്കുന്ന ദൈവം ആരാ? വല്ലതും മറച്ചിട്ട് പോകാൻ പറ്റുമോ? വല്ലതും മറച്ചടച്ചിട്ട് പോകാൻ പറ്റുമോ? ഒന്നും മറയ്ക്കാൻ പറ്റത്തില്ല. അവൻ സകലത്തെയും അറിയുന്ന ദൈവമാണ്. നമ്മുടെ മൂമെന്റ്സ് അല്ല അവന്റെ മുമ്പിലുണ്ട്. നാം പറഞ്ഞതല്ലോ, അവന്റെ മുമ്പിലുണ്ട്. അവനെ മറച്ച് ഒരു പ്രാർത്ഥനയില്ല. അവനെ മറച്ച് നമുക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. പിരിഞ്ഞ് നിങ്ങൾക്ക് ഇന്ന് പറയുന്നത് കർത്താവിനെ പിരിഞ്ഞാക്കെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. Why he came before the God with his problems? So he is asking God. I can see several things he is asking God. First, he is asking for a cry for to examine his life. അവൻ്റെ ജീവിതത്തെ അവൻ സമർപ്പിച്ചു കൊടുക്കുക. സങ്കീർത്തനക്കാരൻ എന്തിനാ? വിഷയങ്ങൾ വരുമ്പോൾ ജീവിതത്തെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് പറയുക, ദൈവമേ എൻ്റെ ജീവിതം ഇതാണെന്നുള്ളത് ഒന്ന് പ്രസൻറ്റ് ചെയ്തിട്ട് പറയുക. അവിടെ പറയുന്ന കാര്യങ്ങളാണ്. നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്ത് എന്നെ അറിയണം. നീ എന്നെ പരീക്ഷിച്ച് ഹല്ലേലൂയ എന്നെ കണ്ടെത്തണം. ഇത് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നൊരു കാര്യമാണ്. സമർപ്പിച്ചു കൊടുക്കുകയാണ്, സബ്മിസീവായി കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്ത ഒരുവന് മാത്രമേ അവിടെ നമുക്ക് തുടർന്ന് കാണാൻ സാധിക്കും. മനുഷ്യരുടെ പ്രവൃത്തിയിലെ കണ്ടിട്ട് ഇഷ്ടൻ്റെ പാതകളെ സൂക്ഷിച്ച് ഒഴിഞ്ഞിരിക്കുന്നു. എൻ്റെ നടപ്പ് നിൻ്റെ ചൂടുകൾ തന്നെ ആയിരുന്നു, എൻ്റെ കാൽ വഴുതിയതുമില്ല. അപ്പോൾ ദൈവത്തിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് കാര്യങ്ങളെല്ലാം വിധേയപ്പെടുത്തി സമർപ്പിച്ചുകൊണ്ട് കാര്യങ്ങളെ പറയും. ഇതുവരെ നടന്നത്, ഇതുവരെ ചെയ്തത്, ഇതുവരെ പ്രവർത്തിച്ചതെല്ലാം ദൈവത്തോട് ദൈവസന്നിധിയിൽ മുമ്പാകെ പറയുകയാണ്, പ്രസൻറ്റ് ചെയ്ത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ. ഇനി അടുത്ത വിഷയവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, എന്താണ് എൻ്റെ നടപ്പ് നിൻ്റെ ചൂടിന് കാൽ വഴുതിയില്ല. ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കും, നീ എനിക്ക് ഉത്തരമുള്ള നിൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചെൻ്റെ അപേക്ഷ കേൾക്കണമേ. ഇങ്ങനെയെല്ലാം പറഞ്ഞതിന് ശേഷമാണ് അവൻ ദൈവത്തോട് ചില കാര്യങ്ങളെ അവൻ അന്വേഷിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ലോകത്തിൽ നോക്കിയാൽ അറിയാം, ദൈവത്തോട് ചില കാര്യങ്ങളെ നാം ചോദിക്കുമ്പോൾ ഇന്ന് ന്യായരഹിതമായത് നടക്കുന്ന ഒരു ലോകത്താണ് നാം ആയിരിക്കുന്നത്. പലപ്പോഴും ഹല്ലേലൂയ ന്യായമായത് ഹല്ലേലൂയ നടക്കാതെ വരുന്ന ഒരു ലോകമാണ്. അധർമ്മം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിൻ്റെ നടുവിൽ ഈ വേദഭാഗങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ നിശ്ചയമായിട്ട് ദൈവസന്നിധിയിൽ ഒരു ദൈവപൈതൽ ഹല്ലേലൂയ അവൻ്റെ വിഷയമായിട്ട് കടന്നു വരുന്നെങ്കിൽ അവന് വേണ്ടി ന്യായം കൊടുക്കുന്നൊരു ദൈവമുണ്ട്. അവന് വേണ്ടി ന്യായം പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. അവന് വേണ്ടി ന്യായമായത് ചെയ്തു തരുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പൽക്കാലം വിശ്വസിക്കുന്നു.
അവന് വേണ്ടി ന്യായമായത് ചെയ്തു തരുന്നൊരു ദൈവമുണ്ട്. അനവധി അന്യായങ്ങൾ നടക്കുമ്പോൾ ഇല്ല, ദൈവസന്നിധി നാം സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഹല്ലേലൂയ, നിശ്ചയമായിട്ട് നമുക്ക് വേണ്ടി ന്യായമായത് ചെയ്തു തരുന്നൊരു ദൈവമുണ്ട്. ഞാൻ ആ വിഷയമായിട്ട് ഹല്ലേലൂയ ഒന്ന് ബന്ധപ്പെട്ട ആ ഭാഗങ്ങളിൽ കൂടെ സഞ്ചരിച്ചപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവത്തെ ശരണമാക്കുന്നവരുണ്ട്. ഈ അന്യായങ്ങൾ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വിഷയങ്ങളെ പകർന്നു കൊടുക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. കാരണം നീതിയും ന്യായവും പലപ്പോഴും നടപ്പില്ലാത്ത ലോകത്തിൽ ദൈവസന്നിധിയിൽ വിഷയങ്ങളുമായിട്ട് നമുക്ക് കടന്നു വരുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കുമോ? ന്യായം ദൈവസന്നിധിയിൽ നിന്ന് കിട്ടുമോ? ഇനി ദൈവം തടസ്സങ്ങളെ മാറ്റി, ഇനി തടസ്സങ്ങളുണ്ടെങ്കിലും ആ എതിർപ്പുകളെ മാറ്റി ദൈവം ന്യായം തരുമോ? അത് നമുക്ക് അറിയണ്ടേ, ഒന്ന് അറിയണ്ടേ. ദൈവം എനിക്ക് ന്യായം തരുമോ? ഇനി തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മാറ്റി ദൈവം എനിക്ക് ന്യായം വെളിപ്പെടുത്തുമോ? ഞാൻ കരയുമ്പോൾ, ഞാൻ ദൈവസന്നിധി എൻ്റെ വിഷയങ്ങളെ പകരുമ്പോൾ, ഞാൻ ദൈവത്തോട് ഇടപെടുമ്പോൾ, ദൈവത്തോട് സംസാരിക്കുമ്പോൾ, എൻ്റെ വിഷയത്തെ ഞാൻ പകരുമ്പോൾ അവൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് വേണ്ടി ഒരു പ്രവൃത്തി വെളിപ്പെടുമോ? അതൊന്ന് കാണാൻ പോവരെ ഒരു വ്യക്തിയുടെ വിഷയമായിട്ട് നാം ഒന്ന് കാണാൻ പോവുകയാണ്. സംഖ്യാപുസ്തകം 27-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരാൻ. നമ്പേഴ്സ് ചാപ്റ്റർ 27. ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു ന്യായത്തിന് വേണ്ടി അപേക്ഷിച്ച ഒരു കുടുംബം നമുക്കറിയാം. ഹഴീനിയമ പുസ്തകത്തിൽ അനവധി ഹല്ലേലൂയ അവകാശങ്ങൾ ഗോത്രങ്ങൾക്ക് ഹല്ലേലൂയ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു വിഷയമായിട്ടൊരു പ്രത്യേക വിഷയമായിട്ട് വരുമ്പോൾ സംഖ്യാപുസ്തകം 27-ാം അധ്യായത്തിൽ ഒരാളുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹല്ലേലൂയ നമുക്ക് കാണാൻ സാധിക്കും. സെലോഫാഗേദിൻ്റെ വിഷയമായിട്ട് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്ന് വായിക്കാം. 27-ാം അധ്യായം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാകണ്ടേ, അവകാശം എന്താണെന്നുള്ളത്. അനന്തരം യോസഫിൻ്റെ സെലോഫാഗദിൻ്റെ പുത്രിമാരില്ലായിരുന്നു. പുത്രിമാർ അടുത്തു വന്നു. ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സെലോഫാഗേദിന് ആരാ ഉണ്ടായിരുന്നത്? ജനിച്ചത് എന്തായിരുന്നു? പുത്രന്മാരില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടുനടപ്പ് അന്നത്തെ ട്രഡീഷൻ അനുസരിച്ച് എങ്ങനെ ആർക്കാ അവകാശം കൊടുക്കുന്നത്? ശ്രദ്ധിച്ചാട്ടെ, ആർക്കാ അവകാശം കൊടുക്കുന്നത്? പുത്രന്മാർക്ക്. അപ്പോൾ പുത്രിമാർക്ക് എന്തില്ലായിരുന്നു? അവകാശമില്ലായിരുന്നു. എന്നാൽ ഇന്നങ്ങനെയല്ല, കാലങ്ങളൊക്കെ ഇന്ന് നിയമം അങ്ങനെയല്ല. ഇന്ന് നമ്മളങ്ങ് ട്രഡീഷൻ പറയുന്നെങ്കിലും പുത്രിമാർ അവകാശപ്പെട്ടാൽ അവർക്കും അവകാശമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ആ കാലഘട്ടത്തിൽ അങ്ങനെ നിലനിരുന്ന വിഷയം ഇവിടെ എന്ത് സംഭവിച്ചു? സെലോഫാഗേദ് മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ തനിക്കുണ്ടായ ആ കുഞ്ഞുങ്ങൾക്ക് എന്ത് വേണം? അവർക്ക് നിലനിൽക്കണം ഈ ഭൂമിയിൽ എന്ത് വേണം? പറഞ്ഞാട്ടെ, എന്ത് വേണം? അവകാശം വേണം, അല്ലേ? അവകാശം ഉണ്ടെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവകാശത്തിന് അന്ന് ആരാ അവരെ ഗൈഡ് ചെയ്യുന്നത്? അവരെ ലീഡർ ആരാ? മോശയാണ് അവരുടെ ലീഡർ. മോശയാണ് അവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരാരടുത്തേക്ക് വന്നു? നടത്തിപ്പാർ അടുത്തേക്ക് വന്നു. മോശയുടെ അഹരോൻ്റെ അടുത്തേക്ക് അവരവിടെ കാണാൻ സാധിക്കുന്നത് അവരുടെ അവകാശമായിട്ട് അപ്പൻ്റെ മരണശേഷം അവരെന്ത് വന്നു? അവർ അവകാശത്തിൻ്റെ ആ അനുഭവത്തെ ഏറ്റെടുക്കുവാൻ അവർ മോശയുടെ അടുക്കത്തേക്ക് അല്ലെങ്കിൽ നടത്തിപ്പാർ അടുത്തേക്ക് വന്നു. അവിടെ പറയുന്നുണ്ട് 4-ാം അധ്യായത്തിൽ അവിടെ കാണാൻ സാധിക്കും അവർക്ക് അവകാശം, അതായത് അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്കൊരു അവകാശം തരണം. മോശ അവരുടെ കാര്യം യഹോവയുടെ മുമ്പാകെ വെച്ചു. ശ്രദ്ധിക്കുക, മോശയ്ക്ക് നമ്മൾ ചിന്തിക്കുന്ന മോശയ്ക്ക് ഉടനടി മറുപടി അങ്ങനൊന്നും ഇല്ല. ഉടനടി സ്പോട്ടിൽ മറുപടി കിട്ടണം. എവിടാ മറുപടി? ആറയില്ല അതിനെ ഇങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്തി മറുപടി വെച്ചേക്കുന്നത്. മോശയുടെ ഇത്രയും ലക്ഷക്കണക്കിന് ആളെ നടത്താനുള്ള മോശയുടെ മറുപടിയൊന്നുമില്ല. ദൈവം വിളിച്ചതാ, ദൈവം അപ്പോയിന്റ് ചെയ്തതാ. ഓൺ ദ സ്പോട്ടിൽ എവിടാ മറുപടി? എവിടാ മറുപടി ഉള്ളത്? മോശ ആരുടെ കൊടുക്കുക? വിഷയത്തെ ദൈവകരങ്ങളിൽ കൊടുക്കുക. കണ്ടോ? ഓൺ ദ സ്പോട്ടിലൊന്നും മോശയുടെയിലും മറുപടിയില്ല. എന്നാൽ വിഷയത്തെ
ഭാരത്തെ ഹല്ലേലൂയ ആരെ കൊടുക്കുക? ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് വൽക്കാലം ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുവാൻ തയ്യാറാണോ? ഏത് ഭാരമുള്ള വിഷയത്തെ നമുക്ക് കാണാൻ നല്ലൊരു മാതൃക കാണാം. മോശ എന്ത് ചെയ്തു? മോശ എന്ത് ചെയ്തു? മോശ എന്ത് ചെയ്തു? എവിടാ പരിഹാരം കണ്ടത്? എവിടാ പരിഹാരം കണ്ടത്? കൗൺസിലാണോ പരിഹാരം കണ്ടത്? ദൈവത്തിൻ്റെ സന്നിധിയിലാ പരിഹാരം. ദൈവത്തിന്റെ സന്നിധിയില ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടുന്നത്. മനുഷ്യന്റെ അല്ല പരിഹാരം ഇരിക്കുന്നെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു. മനുഷ്യൻ നിന്നെ ഡയറക്റ്റ് ചെയ്യാൻ നോക്കിയ പലപ്പോഴും പരാജയമാകും. എന്നാൽ മോശെ ദൈവമാക്കിയെങ്കിലും മോശ പറയുക, ഞാനല്ല ഈ വിഷയത്തിന്റെ നടുവിൽ മറുപടി പറയേണ്ടത്, സർവശക്തനായ ദൈവമാ മറുപടി പറയേണ്ടത്. ആയി കഴിയുമ്പം പിന്നെ എൻ്റെ ആ മറുപടി എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. പിന്നെ ഞാൻ പറയും ദൈവം കേൾക്കണമെന്നാണോ? പിന്നെ ഞാൻ പറയും ദൈവം കേട്ടാൽ മതിയെന്നാണോ? പിന്നെ ഞാൻ അങ്ങോട്ട് പറയാൻ ദൈവം കേട്ടാൽ മതിയെന്നാണോ? അതല്ല അതിൻ്റെ വ്യവസ്ഥ, അതല്ല അതിൻ്റെ പ്രമാണം. വ്യവസ്ഥ ഇതാ, ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തു. ദൈവം പറഞ്ഞത് ആ വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം അയച്ചു. എന്താ ദൈവത്തിൻ്റെ പ്രവൃത്തി വന്നത്? യഹോവ മോശയോട് അരുളി ചെയ്തത്, സെലോഫാദിൻ്റെ പുത്രിമാർ പറയുന്നത് ശരി തന്നെ. അവിടെ അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ കണ്ടോ, നിയമം മാറിയോ? അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നിയമം മാറിയോ? നിയമം മാറിയോ? നൊടി നേരം കൊണ്ട് നിയമം മാറിയോ? ശരിയാണ്, ഇതിനു മുമ്പ് അങ്ങനെ നിയമമില്ലായിരുന്നു. പക്ഷെ ദൈവം അവിടെ നിയമം മാറ്റി. ദൈവസന്നിധിയിൽ വിഷയം ഇറക്കി വെച്ചാൽ നിയമം മാറുമോ? മാറുമെന്ന് ദൈവം വ്യത്യാസം വരുത്തുമെന്ന്. ഇന്ന് പകൽക്കാലം ഭാരമുള്ള വിഷയത്തെ മനുഷ്യന്റെ കരങ്ങളെല്ലാം കൊടുത്തയച്ചു പോകേണ്ടത് ദൈവസന്നിധി താഴ്ത്തി കൊടുക്കുന്നെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യൻ നിന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ദൈവസന്നിധി ഇറക്കി വെക്ക്. നിനക്ക് വേണ്ടി ഉത്തരം അലറുന്ന, ശബ്ദിക്കുന്ന, പ്രവർത്തിക്കുന്ന, എഴുന്നേറ്റ് നിനക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിന് ആരാധന കൊടുക്കട്ടെ. മനുഷ്യനല്ല നിനക്ക് വേണ്ടി ചലിക്കുന്നത്, മനുഷ്യനല്ല നിയമം മാറ്റുന്നത്, നിനക്ക് വേണ്ടി സാധ്യതകളെ കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പോലെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആരാധിക്കട്ടെ. ഇവിടെ കെട്ടുകഥകളല്ല ഈ പറഞ്ഞത്, കെട്ടുകഥ പുരാണങ്ങളല്ല വായിച്ചത്, ദൈവത്തിന്റെ വചനമാ വായിച്ചത്. യേശുവേ, വ്യത്യാസം വരുത്തുന്ന ദൈവമോ? മനുഷ്യൻ ഇടപെടുന്ന പോലല്ല, മനുഷ്യൻ സംസാരിക്കുന്ന പോലല്ല ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഒരവകാശം ഇല്ല അവർക്ക് കൊണ്ടെന്ന്. ആ കാര്യം പ്രയാസമുള്ള കാര്യമാണ്, പക്ഷെ ദൈവം അവിടെ ചെയ്തു കൊടുത്തു. ഇവിടെ ആരെയാ കാണുന്നത്? ന്യായം പ്രവർത്തിക്കുന്ന ഒരു ന്യായാധിപതി. നിനക്ക് വേണ്ടി എവിടെങ്കിലും ന്യായം അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവസന്നിധി കൊടുക്ക്. നിനക്ക് വേണ്ടി ന്യായം വെളിപ്പെടുത്തി തരുന്നൊരു ദൈവമുണ്ട്. ദൈവസന്നിധി കൊടുത്താൽ നിനക്ക് വേണ്ടി ന്യായം വെളിപ്പെടുത്തി തരും കേട്ടോ. നീ ആരുമായിരിക്കാം, നിന്റെ വിഷയത്തിനകത്ത് അവൻ ന്യായാധിപതിയായി അവൻ നിനക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവിടെ നിരവധി വിഷയങ്ങളുണ്ടായിരുന്നില്ല. അവർക്കൊരവകാശം കൊടുക്കണം. അവർക്ക് വേണ്ടി ഒരു വഴി അവിടെ ദൈവം തുറന്നു കൊടുത്തു, അവരാശ്വസിക്കുവാനായിട്ട്. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഹല്ലേലൂയ അവകാശമില്ലെന്ന് പറയുന്നിടത്ത് ഇല്ല. ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും അവൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. ഇന്ന് പൽക്കാലം പ്രവർത്തിക്കുന്നത് ഉന്നതനായ ദൈവമാണ്. ഹല്ലേലൂയ. പ്രവർത്തിക്കുന്നത് എനിക്ക് വേണ്ടി ഉന്നതനായ ദൈവമാണ്. അവൻ എന്നെ എങ്ങനെ പരിപാലിക്കും? അവൻ്റെ പ്രവൃത്തി എങ്ങനെയാണ്? കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ അവൻ എന്നെ കാക്കും. I am much precious before the eyes of the Lord. അവൻ എന്നെ സൂക്ഷിക്കുന്നത് മറ്റാരും എന്നെ കാണുന്നില്ലെങ്കിലും ഇല്ല, അവൻ്റെ കണ്ണെന്നെ കാണുന്നുണ്ട്. ഇന്ന് പോലെ കാലം വിശ്വസിക്കുന്ന യുവക്കളെ,
ഹല്ലേലൂയ. അവൻ എന്നെ ഹല്ലേലൂയ കാണുന്നത് എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണ പോലെ. എന്താ കണ്ണിൻ്റെ കൃഷ്ണമണിക്കയുടെ പ്രത്യേകത? ഹല്ലേലൂയ. വാട്ട് ഈസ് ദ ഹല്ലേലൂയ പ്രഷ്യസ്. ദൈവം അതിനെ കാണുന്നത് കണ്ണിന്. നമുക്കറിയാം ഈ പ്യൂപ്പിള്, കണ്ണിനകത്തെ പ്യൂപ്പിൾ ഏറ്റവും പ്രധാനപ്പെട്ട. അതില്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രകാശത്തെ അല്ലെങ്കിൽ നേരിടുവാനായിട്ട് സാധ്യമല്ല. അങ്ങനെയെങ്കിൽ ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന പ്രകാരമാണ് ഏറ്റവും വിലപ്പെട്ടതായി, ഏറ്റവും വിശേഷമുള്ളതായി, ഹല്ലേലൂയ, വാല്യുബിളായി അവൻ നമ്മളെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങോട്ടും ഇങ്ങോട്ടും ഹല്ലേലൂയ ആ പീപ്പിൾ മറയുമ്പോൾ ഇല്ല, പ്രകാശരശ്മികളെ അത് ഏറ്റെടുക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഹല്ലേലൂയ അവൻ നമ്മളെ ഹല്ലേലൂയ ഓരോ ദിവസവും വഹിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മളെ അവൻ നടത്തുന്നുണ്ട്. ഓരോ ദിവസവും അവൻ്റെ ആ പരിപാലനം നാം അറിയിച്ചുകൊണ്ട്. ഇനി അത് മാത്രമല്ല, ഹല്ലേലൂയ, നിൻ്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. ഹല്ലേലൂയ. എങ്ങനെ ആ ചിറക് വിരിക്കുന്നത് നമുക്കറിയാം. The hallelujah mother chicken hallelujah will spread the wings to gather the small chicks. How it will spread widely. It will spread the wings widely to gather the chicks. അതിൻ്റെ അടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് നടക്കുന്ന ഒന്നും അറിയത്തില്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇതിനകത്തോട്ട് വന്ന് ഇതങ്ങ് കയറി കഴിയുമ്പോൾ പിന്നെ പുറത്ത് നടക്കുന്ന ഒന്നും ഇതറിയുന്നില്ല. പുറത്ത് കിടക്കുന്ന ഒന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ ഇത്രയും ഇതായിട്ട് കയറി കഴിഞ്ഞ് സ്വിച്ചിട്ട് ഇങ്ങനെ അടച്ചു വെച്ചേക്കുന്ന പോലെ, ഒരു സ്വിച്ചിട്ട് അടച്ചു വെച്ചേക്കുന്ന പോലെ ആ വിങ്സിന് ഇതിനിടയ്ക്കോട്ട് കയറി കഴിയുമ്പോൾ അങ്ങനെ ഒരു കാര്യം ഇത്രയും 5-6 എണ്ണം അതിനകത്ത് ഇരിപ്പുണ്ടെന്ന് പോലും അറിയത്തില്ല. ഇങ്ങനെ ആർക്ക് മനസ്സാ? ഇങ്ങനെ ആർക്ക് മനസ്സാ? ഇങ്ങനെ ആർക്ക് മനസ്സാ? ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് ഹല്ലേലൂയ നിന്നെ സംരക്ഷണം ചെയ്യുവോ, നിന്നെ സൂക്ഷിക്കുവോ അവന് മനസ്സാണ്. യെരൂശലേമിനോട് കർത്താവ് പറഞ്ഞു, ഞാൻ പലപ്പോഴും ഹല്ലേലൂയ നിന്നെ ഇതുപോലെ മറയ്ക്കുവാൻ. മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ 23:27 നമുക്ക് കാണാൻ സാധിക്കും. അവൻ്റെ സ്നേഹം, യെരൂശലേമിനോടുള്ള ദൈവത്തിൻ്റെ ആ സ്നേഹം നമുക്ക് കാണാൻ സാധിക്കും. അവൻ പലപ്പോഴും മനസ്സ് ഹല്ലേലൂയ തൻ്റെ ജനത്തെ സംരക്ഷണം ചെയ്യുവാൻ ദൈവത്തിൻ്റെ ഹല്ലേലൂയ പ്രവൃത്തി പ്രകാരമായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ ഹല്ലേലൂയ നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ദൈവത്തിൻ്റെ സ്നേഹം, ദിവ്യമായ നടത്തിപ്പ് ഹല്ലേലൂയ എപ്പോഴും തൻ്റെ ജനത്തിന്മേൽ ഹല്ലേലൂയ അയക്കുന്ന ദൈവമാണ്. 23-ന്റെ ഹല്ലേലൂയ. 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 ഇനി ഞാൻ പലപ്പോഴും ചേർത്തുകൊള്ളുവാൻ ഒടുവിൽ 37 യെസ് കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, എത്ര വട്ടം മനസ്സായിരുന്നു. ഇന്ന് പോൽക്കാലം ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അവനൊരു വട്ടം മനസ്സ് കാണിക്കുകയല്ല, പല വട്ടം അവൻ്റെ മനസ്സ്, സ്നേഹവാനായ ദൈവത്തിൻ്റെ മനസ്സ് ഹല്ലേലൂയ എത്ര വട്ടം മനസ്സായിരുന്നു. ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കാമോ? ആ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദിനംതോറും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ഇല്ല കർത്താവേ ആ സംരക്ഷണം ഞങ്ങൾക്ക് ആവശ്യമാണ്, അങ്ങയുടെ കരുതൽ ഞങ്ങൾക്ക് ആവശ്യമാണ്, അങ്ങയുടെ സാമീപ്യം ഞങ്ങൾക്ക് ആവശ്യമാണ്. വിവിധ വിഷയങ്ങളുടെ നടുവിൽ കർത്താവേ ഞങ്ങൾ കടന്നു പോകുന്ന ഓരോ വിഷയങ്ങളുടെ മേലും അങ്ങയുടെ സാമീപ്യം ആവശ്യമാണെന്ന് ദൈവത്തോട് നമുക്ക് ഏറ്റുപറയാം. ഹി വിൽ ബി ലുക്കിംഗ് ആഫ്റ്റർ us. അവൻ്റെ സ്നേഹം, അവൻ്റെ ദയ നമ്മളോടുണ്ട്. നന്ദിയുള്ള നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും ദിവസം എഴുന്നേറ്റ് നിന്ന് ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കാം. അപ്പാ, മറ്റൊന്നുമല്ല, നിന്റെ സ്നേഹം, കരുതൽ, അവകാശമില്ലെന്ന് പറഞ്ഞിട്ട് ദൈവം ആ പിതാവിൻ്റെ തലമുറയ്ക്ക് വേണ്ടി അവകാശത്തെ കൊടുത്തു, ഒരുക്കി കൊടുത്തു. ഇന്ന് പകൽക്കാലം ഉന്നതനായ ദൈവം, എനിക്ക് വേണ്ടി ഇടപെടുന്ന ദൈവം, ആലോചന വലിയവനായ ദൈവം,
അവൻ്റെ പ്രവൃത്തി എനിക്ക് വേണ്ടിയുണ്ട്. അവൻ്റെ പ്രവൃത്തി എനിക്ക് വേണ്ടിയുണ്ട്. മോശെ ആ വിഷയത്തെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചു. മറുപടി ഉടൻ കൊടുക്കുവാൻ മോശയുടെ ഇല്ലായിരുന്നു. ഇല്ല, അവർക്കൊരു അവകാശമുണ്ട്. തള്ളിക്കളയാൻ പറ്റത്തില്ല, തള്ളിക്കളയാൻ പറ്റത്തില്ല, റിജക്ട് ചെയ്യാൻ പറ്റത്തില്ല, തള്ളിക്കളയാൻ പറ്റത്തില്ല. ഒരവകാശമുണ്ട്, ഒരവകാശമുണ്ട്. സ്നേഹവാനായ ദൈവം അവന്റെ ചെറുതിനെ നമ്മളെ പരിപാലിക്കട്ടെ. ദൈവങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കാം. അപ്പാ, നിങ്ങളുടെ പ്രവൃത്തിക്ക് വേണ്ടി എന്നെ സമർപ്പിക്കുന്ന കർത്താവേ, ആ കരുതൽ, ആ സ്നേഹം ദിനംതോറും അനുഭവിച്ചുകൊണ്ട് മുന്നേറുവാനിടയായി തീരട്ടെ.